ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ സരൺകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിനോടൊപ്പം യുവരാജ് ഗോകുൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ വാചകം? ഈ പ്രതിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷത്തെയാണ് വേണ്ടത്, മുദ്രാവാക്യമല്ല പ്രവൃത്തിയാണ് വേണ്ടത് എന്ന് നരേന്ദ്രമോദി പറയുന്നു. പ്രതിപക്ഷത്തെ ഗൗനിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രിയാണോ കഴിഞ്ഞ തവണ ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കാതിരുന്നത്, പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കാതിരുന്നത്? അത് സാങ്കേതികമായി 10% ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിടുന്നത്, ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കാതിരിക്കുന്നത്, ഇനി പ്രോട്ടേം സ്പീക്കർ എന്ന പദവി രാഷ്ട്രീയ കാരണങ്ങളാലും മറ്റു സാമൂഹിക കാരണങ്ങളാലും കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിന് നിഷേധിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുക മാത്രമല്ല, പ്രതിപക്ഷത്തിലെ മുഴുവൻ അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്ത് പാർലമെന്റിൽ നിന്ന് പുറത്താക്കി ഒരു അപ്പം ചുടുന്നത് പോലെ നിയമനിർമ്മാണം നടത്തിയ പ്രധാനമന്ത്രി വന്നെന്ന് പറയുകയാണ് ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷത്തെയാണ് എനിക്ക് വേണ്ടത് എന്ന്. കോമഡിയല്ലേ? അരുൺകുമാറെ, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ ഞാനിപ്പോൾ അങ്ങേക്ക് ചരിത്രം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എന്നെക്കാളും നന്നായിട്ട് പൊളിറ്റിക്കൽ സയൻസും പൊളിറ്റിക്കൽ ചരിത്രം അറിയാവുന്ന ഒരാൾ തന്നെയാണ് അങ്ങേ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് കടുത്തുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ പറയുകയാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിനെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. 10% ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 തവണ അതുണ്ടായിരുന്നില്ല. ഇത്തവണത്തെ കാര്യം ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിലേക്ക് പോകുന്നതല്ലേ ഉള്ളൂ. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തൊക്കെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് നോക്കട്ടെ. ഇപ്പോൾ സ്പീക്കറിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് കിരൺ റിജിജു മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. കിരൺ റിജിജു ഏറ്റവും അധികം കാലം തുടർച്ചയായിട്ട് അങ്ങനെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഒരു ഹാൻഡ് ബുക്കിലും എഴുതിയിട്ടില്ല. സീനിയർ മോസ്റ്റ് മെമ്പർ ഇൻ ദി ലോക്സഭ. ഏറ്റവും അധികം തുടർച്ചയായി 7 തവണയെന്നല്ലോ, ഏറ്റവും അധികം തുടർച്ചയായിട്ട് 7 തവണ എന്നല്ലോ, ഏറ്റവും അധികം തുടർച്ചയായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും അധികം തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന അതുകൊണ്ടാണ് പ്രിയപ്പെട്ട യുവരാജ്, സീനിയർ മോസ്റ്റ് മെമ്പർ ഇൻ ദി ലോക്സഭ. അല്ലല്ല, ഞാൻ അതിനകത്ത് അത്ര ആർട്ടിക്കിൾസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് എക്സിൽ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. സീനിയർ മോസ്റ്റ് ഇൻ ദി ലോക്സഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പാനലിനെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പാർലമെന്റിൽ ആദ്യമായി സത്യപ്രതിജ്ഞാ വേളയിൽ തന്നെ പ്രതിഷേധം ഉണ്ടാവുന്നത്. യുവരാജ് ഗോകുൽ, അവിടെയാണ് എന്റെ ചോദ്യം. പ്രതിപക്ഷത്തെ നിങ്ങൾ ബഹുമാനിച്ചിരുന്നെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് ആ പ്രോട്ടേം സ്പീക്കർ പദവി കൊടുത്തൂടെ എന്നതായിരുന്നു ചോദ്യം. അല്ല, ഇതിനകത്ത് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് ഏറ്റവും അധികം കാലം തുടർച്ചയായിട്ട് MP ആയിരിക്കുന്ന ആളെന്നുള്ള നിലയിലാണ് ഗവൺമെന്റ് ഇപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാൽ തന്നെയും ഞാൻ അരുണ്ട ചോദ്യം എന്തായിരുന്നു? കഴിഞ്ഞ തവണത്തെ പാർലമെന്റ് നടപടിക്രമങ്ങൾ വീക്ഷിച്ചാൽ അങ്ങനെ ബോധ്യപ്പെടുന്നില്ല. കഴിഞ്ഞ തവണ എന്തായിരുന്നു പ്രശ്നം? കഴിഞ്ഞ തവണ അവസാന നിമിഷങ്ങളിൽ പ്രതിപക്ഷം അനാവശ്യമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തല്ലേ പ്രശ്നം ഉണ്ടായത്. അല്ലാണ്ട് അതിനകത്ത് അതും ഇതും തമ്മിൽ എനിക്ക് മനസ്സിലാകുന്നില്ല അരുൺകുമാർ. അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ആണ് എന്നാണോ എല്ലാവരും കരുതിയിരിക്കുന്നത്? എനിക്കറിയില്ല. അനാവശ്യമായ ബഹളത്തെ തുടർന്നാണ് പ്രതിപക്ഷത്തെ മുഴുവൻ എംപിമാരെ സസ്പെൻഡ് ചെയ്തതാണോ? അനാവശ്യമായ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടാണ് കഴിഞ്ഞ തവണ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ പുറത്താക്കിയതെന്നാണ് BJPയുടെ വാദം. ഈ ജൂലൈ മാസം 1-ാം തീയതി ക്രിമിനൽ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് IPCയും CRPCയും എവിഡൻസ് ആക്ടും പുതുത് നടപ്പിലാക്കുകയാണ്. അതായത് നിലവിലുള്ള റിപ്പീൽ ചെയ്യുകയാണ്. ഈ നിയമമടക്കം പാസ്സാക്കുമ്പോൾ 147 എംപിമാരെ പുറത്താക്കിയിട്ടാണ് ആ നിയമം പാസ്സാക്കിയത്. ഇന്ത്യൻ പാർലമെന്റിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയ സാഹചര്യങ്ങളിലെല്ലാം ഒരു നിയമവും നോക്കാതെ എംപിമാരെ പുറത്താക്കുന്ന സാഹചര്യം നിരവധി നമ്മൾ കണ്ടതാണ്. പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയർത്തുന്നവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ ഒരു കാലഘട്ടം ഈ കഴിഞ്ഞ 5 വർഷമായിരുന്നു ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ബില്ലുകളിൽ ചർച്ച നടന്നത്, ഏറ്റവും കുറച്ച് ബില്ലുകൾ അനുവദിച്ചത്
അരുൺകുമാറെ, പാർലമെന്റിന്റെ അകത്ത് ചർച്ചയാണ് നടക്കേണ്ടത്. ചർച്ച നടക്കുന്നതിന് പകരം നിരന്തരമായിട്ട് പാർലമെന്റിന്റെ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് പുറത്തിറങ്ങി ബഹളം വെക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് പ്രതിപക്ഷം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് അവരെ പുറത്താക്കണമെന്ന് തന്നെയാണ്. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഈ പ്രതിപക്ഷത്തിരിക്കുന്ന 4-3-7 എംപിമാർ മാത്രമായിരുന്നു കഴിഞ്ഞോളം പ്രതിപക്ഷ നിരയിൽ ഉണ്ടായിരുന്നത്. ഇവരെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ബില്ലുകളൊന്നും പാസ്സാക്കാൻ കഴിയില്ലായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ലല്ലോ. ചെയ്തുകൊണ്ടിരുന്ന പാർലമെന്റിന്റെ നടപടികൾ നടക്കരുത്, സ്തംഭിപ്പിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കലാണ്. അല്ലാണ്ട് ചർച്ച നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് വിഷയത്തിലാണ് ചർച്ച നടത്താൻ പറ്റാതിരുന്നത്? അവിടെ ഏത് വിഷയത്തിലാണ് ചർച്ച നടക്കാതിരുന്നത്? പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദു ചെയ്യുന്ന ബില്ല് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്? നേരത്തെ അംഗങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നോ? ചർച്ച ചെയ്യാൻ അവസരം കൊടുത്തിരുന്നോ? ആർട്ടിക്കിൾ 370യുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 370 ഞാനിപ്പോ ഓർക്കുന്നില്ല. ആർട്ടിക്കിൾ 370 അന്ന് വിതരണം പ്രതിപക്ഷത്തിന്റെ ശബ്ദങ്ങളെല്ലാം നിശ്ചലമാക്കിക്കൊണ്ട് അത് പാസ്സാക്കി കൊണ്ടുപോകുന്നു. തൊട്ടടുത്ത ദിവസം അടുത്ത രാജ്യസഭയിലും പാസ്സാക്കുന്നു. ഇതാണ് കണ്ടത്. ഞാൻ തിരിച്ചു വരാം. കഴിഞ്ഞ തവണത്തെ പാർലമെന്റിനെ സ്തംഭിപ്പിക്കാൻ പോയാൽ ഇത്തവണയും കഴിഞ്ഞ തവണത്തെ അനുഭവം ഉണ്ടാവും. അതാണ് യുവരാജ് ഗോകുൽ പറയുന്നത്. ചർച്ച ചെയ്യാൻ വന്നാൽ പ്രധാനമന്ത്രി കേൾക്കും, ബഹളമുണ്ടാക്കാൻ വന്നാൽ കേൾക്കില്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് മുദ്രാവാക്യങ്ങളല്ല, പ്രവൃത്തിയാണ് ആവശ്യം. അതുകൊണ്ട് ചർച്ച ചെയ്യൂ, ഞാൻ കേൾക്കാം, പക്ഷെ ബഹളമുണ്ടാക്കാൻ വന്നാൽ അംഗീകരിക്കില്ല. അതാണ് സർക്കാർ നയമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത്. അനിൽ ബോസ്, അതിലെന്താ തെറ്റ്? ഈ രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കിടയിലും ചർച്ചകളിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധി നമ്മുടെ സ്നേഹിതൻ ശ്രീ യുവരാജ് കുറെ കൂടി സ്റ്റാൻഡ് ചെയ്യുന്ന വാദഗതികൾ ഉന്നയിക്കുന്ന ആളാണെന്നാണ് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റാൻഡും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അദ്ദേഹത്തിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കഴിയാത്തത് ആ സംവിധാനം ചെയ്തത് കൃത്യമായ വീഴ്ചയാണെന്ന് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പരിശോധിക്കണം, അല്ലെങ്കിൽ നോക്കണം, പഠിക്കണം, ഓർക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത്. അങ്ങനെ ഒരാളല്ല യുവരാജ് എന്നാണ് ഇതിനു മുമ്പുള്ള ചർച്ചകളിൽ നിന്ന് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം ദുർബലമാകുന്നത് അദ്ദേഹത്തിന്റെ ഭാഗം ശരിയല്ല എന്ന പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ തന്നെ മറ്റൊരു കാര്യം എടുക്കാം. ഇവിടെ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ കൊടുക്കാത്തതിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ സാഹചര്യം ഓർമ്മയില്ല. ഇപ്പോൾ പ്രോട്ടം സ്പീക്കറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് തുടർച്ചയായി എന്ന് താങ്കൾ തന്നെ ചോദിച്ചു, കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കറുമായി ബന്ധപ്പെട്ട് 95-ൽ 1 അനുച്ഛേദമാണ് അതിന്റെ തെരഞ്ഞെടുപ്പും അതിന്റെ രീതികളും കൃത്യമായി കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിന്റെ അത് സഭയിലെ സീനിയർ മെമ്പറിനെ പറയുന്നുള്ളൂ. ആ സഭയിലെ മുതിർന്ന അംഗം എന്ന് പറഞ്ഞാൽ നിലവിൽ വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ തവണ അവിടെ ജയിച്ചു വന്നിട്ടുള്ള അംഗം ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷക്കാലം സ്പീക്കേഴ്സ് പാനലിൽ ഉണ്ടായിരുന്നയാളാണ്. ചെറിയ കാര്യമല്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ പാർലമെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, രാജ്യസഭയും ലോക്സഭയും ഇന്ത്യൻ പ്രസിഡന്റ് ഇല്ലാതെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഒരു സഭയുണ്ടോ? അവിടെ പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് രാഷ്ട്രപതിയെ വിളിച്ചില്ല? ശകുനമാണോ, അപശകുനമാണോ ഇന്ത്യയുടെ രാഷ്ട്രപതി രാജ്യത്തെ ഒരു പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ? ഇവിടെ കൊടിക്കുന്നിൽ സുരേഷിനും ദ്രൗപദി മുർമുവിനും ഒരേ അനുഭവമാണ്. സീനിയർ മെമ്പർക്കും രാഷ്ട്രപതിക്കും ഒരേ അനുഭവമാണ്. അരുൺ, അത് പച്ചയായിട്ട് അങ്ങ് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. Debate with Arun Kumar.